ഒരു പാവപ്പെട്ട ലോറിപ്പണിക്കാരനാണ്. നമ്മൾ എറണാകുളത്ത് നിന്ന് ലോഡും കൊണ്ട് വന്നത് നാഷണൽ റേഡിയോ ഇലക്ട്രോണിക്സിൻ്റെ കമ്പനി ഉണ്ട് ഇവിടെ, തളിപ്പുറം ഗോഡൗണുണ്ട്, നാഷണൽ റേഡിയോ. അപ്പോൾ 6 ദിവസമായി ഈ വണ്ടി വന്നിട്ട് ഇവരോട് ഇറക്കാൻ പറഞ്ഞിട്ട് ഇറക്കുന്നില്ല. ഇവർ ബില്ല് മേടിച്ച് കൈവച്ചു. ഇവർ പറഞ്ഞ ഓർഡർ ആയിട്ടില്ലെന്ന് പറഞ്ഞു. എന്നെപ്പോലെ ഒരുപാട് വണ്ടിക്കാരുണ്ട്. 2 ആഴ്ച മുമ്പ് വന്ന ലോറി അത് കിടക്കുന്ന 6 വീല്. അത് ആ വണ്ടിയുടെ പേരെന്ന് അനുവന്നായിട്ടോ ആ വണ്ടി. ആ ചേട്ടൻ വണ്ടിയും വെച്ച് വീട്ടിൽ പോയി. ഇച്ചിരി പ്രായമുള്ള മനുഷ്യൻ. അയാൾ പലതവണ പോയി ചോദിച്ചു ഇറക്കാമോ. അത് ഗോഡൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോഴിക്കോടിൻ്റെ അത്രയേ ഉള്ളൂ. ഇത്രയും വലിയ വണ്ടികൾ ഇറക്കുന്ന ഒരു ഗോഡൗൺ അത്രയും ചെറുതാണ്. അതിൽ സാധനം ഇറക്കാനുള്ള സ്ഥലമില്ല. അതാണ് മെയിൻ പ്രശ്നം. ഞാൻ ഇതിൻ്റെ മുതലാളിയുടെ അടുത്ത് പോയി കാര്യം പറഞ്ഞു. തളിപ്പറമ്പ് ഓഫീസുണ്ട്. അയാൾ വളരെ പുച്ഛഭാവത്തിൽ നമ്മോട് സംസാരിക്കുന്നത്. ഒരു ഡ്രൈവർ എന്നുള്ള എന്താ പറയുക, ഏറ്റവും ബൾഗറായ രീതിയിലാണ് നമ്മോട് സംസാരിക്കുന്നത്. ഞാൻ പറയാട്ടെ, നിങ്ങളുടെ കമ്പനിയിലേക്ക് കൊണ്ടുവന്ന സാധനമാണ്, ഇത് ഇറക്കുക എപ്പം വരും, നമുക്ക് തോന്നുമ്പോൾ ഇറക്കും, ഓർഡർ ആകുമ്പോൾ ഇറക്കും എന്ന് പറയുന്നത്. ഇവിടെ ഒരു അടിസ്ഥാന സൗകര്യം പോലും, ഒരു ബാത്റൂം പോലും ഇത്രയും വലിയ കമ്പനിയായിട്ട് ഒരു ബാത്റൂം പോലും ഇല്ല. ഈ ബിൽഡിങ്ങിന് പെർമിഷൻ കൊടുത്തത് തന്നെ എനിക്ക് സംശയം തോന്നുന്നുണ്ട്. കാരണം ഒരു ബാത്റൂമും ഇല്ലാത്തൊരു ബിൽഡിങ്ങിന് എങ്ങനെ പെർമിഷൻ കൊടുക്കില്ല ഇവർ? അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇവിടെ കാര്യങ്ങൾ ഓടുന്നത്. ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം കേട്ടോ. ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ 3 കിലോമീറ്റർ പോകണം. ഇവിടെ മഴയായതുകൊണ്ട് വെച്ച് കഴിക്കാനുള്ള സംവിധാനമില്ല. വണ്ടിയിൽ ഗ്യാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അത് മഴയാണ്, നിങ്ങൾ അറിയുന്നില്ല അവസ്ഥ, അതുപോലത്തെ മഴയാണ്. അതുകൊണ്ട് പറ്റുന്ന ഡ്രൈവർമാരൊന്ന് ഷെയർ ചെയ്യണം. നമ്മളെ കഷ്ടപ്പെടാം. അത് ഇങ്ങനത്തെ ലോഡ് കിട്ടി എടുക്കരുത്. പണിയില്ലെങ്കിലും വീട്ടിലിരുന്നാൽ മതി. കാരണം ഇങ്ങനെ വന്ന് കിടന്ന് മനുഷ്യനെ നിറയിപ്പിക്കരുത്. ഇത് വർഷങ്ങളായിട്ട് ഇത് തന്നെ ഇവിടെ തുടരുന്നത്. ബാക്കിയുള്ള ഇവിടെ ലോഡ് കൊണ്ടുവരുന്ന ഒരു പ്രാവശ്യം കൊണ്ടുവന്ന ഡ്രൈവർ പിന്നെ കൊണ്ടുവരില്ല. ഓക്കെ എന്നാൽ.